മന്ത്രിസഭയിൽ ചേരാൻ റെഡിയെന്ന് രമേശ് ചെന്നിത്തല. കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചുകൊണ്ട് കോൺഗ്രസിൽ നിർണായക നീക്കങ്ങൾ പുരോഗമിക്കുകയാണ്. മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തലയാകട്ടെ മന്ത്രിസഭയിലേക്ക് എത്താൻ സാധ്യതയേറിയതായി തന്നെയാണ് പുതിയ സൂചനകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിന് ലഭിക്കാനിരിക്കുന്ന വകുപ്പ് എന്തായിരിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. എന്നാൽ ആഭ്യന്തര വകുപ്പ് തന്നെ തനിക്ക് വേണമെന്ന വാശിയിലാണ് രമേശ് ചെന്നിത്തല. തുടർച്ചയായി തന്നെ അവിടെ ഉണ്ടായ അനുനയ നീക്കങ്ങളും ശക്തമായ സാഹചര്യത്തിലുമാണ് പാർട്ടി നേതൃത്വം ഇത്തരമൊരു രീതിയിലേക്ക് ഒരു അന്തിമ ധാരണയിലേക്ക് എത്തുന്നത് എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കോൺഗ്രസ് അകത്തളങ്ങളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ നടന്ന ചർച്ചകൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ മഞ്ഞുരുക്കമെന്ന സൂചനകൾ പുറത്തു വരുന്നത്. പാർട്ടിയിലെ വിവിധ നേതാക്കൾ നടത്തിയ അനുനയ നീക്കങ്ങളും കൂടിക്കാഴ്ചകളും വിഷയത്തിൽ നിർണായകമായ വഴിത്തിരിവായി മാറുകയും രമേശ് ചെന്നിത്തല അദ്ദേഹം വീണ്ടും ഒരു സൗഹൃദമായ ഒരു സംഭാഷണത്തിലേക്ക് എത്തുകയും താൻ ഇവിടെ മന്ത്രിസഭയിലേക്ക് എത്തുമെന്ന ഒരു രീതിയിലുള്ള സൂചനയാണ് നൽകിയിരിക്കുന്നത്. നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നേരിട്ട് രമേശ് ചെന്നിത്തലയുടെ വീട്ടിലെത്തി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തി. രാഷ്ട്രീയ കേന്ദ്രങ്ങൾ അതീവ പ്രാധാന്യത്തോടു കൂടി തന്നെയായിരുന്നു ഈ കൂടിക്കാഴ്ച കണക്കാക്കിയത്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ച വി.ഡി. സതീശൻ അതേപോലെ തന്നെ രമേശ് ചെന്നിത്തല എന്റെ നേതാവാണ് എന്നതാണ് വ്യക്തമാക്കിയത്. ഈ ഒരു പ്രതികരണം തന്നെ കോൺഗ്രസ് അകത്തളങ്ങളിൽ പുതിയ രാഷ്ട്രീയ സന്ദേശങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. സതീശന്റെ സന്ദർശനം വെറും ഒരു സൗഹൃദ കൂടിക്കാഴ്ച മാത്രമല്ല എന്ന വിലയിരുത്തലും ഇവിടെ രാഷ്ട്രീയ നിരീക്ഷകർ നടത്തുന്നുണ്ട്. മന്ത്രിസഭയിലേക്കുള്ള ക്ഷണം അത് നേടുന്നത് വലിയ രീതിയിൽ നേരിട്ട് തന്നെ സതീശന് കൈമാറിയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പാർട്ടിയിലെ ഐക്യം ഉറപ്പാക്കാനും നേതൃനിരയിലെ അഭിപ്രായ ഭിന്നതകൾ അവസാനിപ്പിക്കുവാനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ നീക്കം എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം വിഷയത്തിൽ ഏറെ സസൂക്ഷ്മമായ പ്രതികരണങ്ങളാണ് രമേശ് ചെന്നിത്തല നടത്തിയത്. മന്ത്രിസ്ഥാനം പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ് എന്നും ഒരു ഉപാധികളും ഞാൻ മുന്നോട്ട് വെച്ചിട്ടില്ല എന്നതായിരുന്നു അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ ആ ഒരു പ്രതികരണം. മന്ത്രിസ്ഥാനം പാർട്ടി തീരുമാനിക്കും, ഞാനൊരു ഉപാധികളും പറഞ്ഞിട്ടില്ല. ഈ പ്രതികരണവും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ്. മന്ത്രിസഭാ പ്രവേശനവുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾക്കിടയിലും അവിടെ പാർട്ടി തീരുമാനിക്കുന്നതിനാണ് മുൻഗണന നൽകുന്നത് എന്ന സന്ദേശമാണ് രമേശ് ചെന്നിത്തല ഇവിടെ നൽകിയിരിക്കുന്നത്. അതേസമയം മന്ത്രിസഭയിൽ ചെന്നിത്തലയ്ക്ക് ഏത് വകുപ്പ് നൽകുമെന്ന ചർച്ചകളും സജീവമാണ്. നിർണായക വകുപ്പുകളിൽ ഒന്നാകും അദ്ദേഹത്തിന് നൽകുക എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പുറത്തു വരുന്നുണ്ടെങ്കിൽ പോലും ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള അന്തിമ തീരുമാനം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ തമ്മിലുള്ള ചർച്ചകൾ അടുത്ത ദിവസങ്ങളിൽ തുടരുമെന്നാണ് സൂചന. ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനം വന്ന ശേഷമാകും ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുകയും ചെയ്യുന്നത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ എത്താനുള്ള സാധ്യത വളരെ ശക്തമാണ് എന്ന് തന്നെയാണ് രാഷ്ട്രീയ വിലയിരുത്തൽ. കോൺഗ്രസിലെ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ എന്താകുമെന്നും രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ നിർണായക സ്ഥാനത്ത് എത്തുമോ എന്നതും വകുപ്പ് ആരാകും അന്തിമ തീരുമാനം എടുക്കുക എന്നും എല്ലാം തന്നെ ഒരു ചോദ്യചിഹ്നമാവുകയാണ്. ആയതിനാൽ തന്നെ പാർട്ടി നേതൃത്വത്തിലേക്ക് എല്ലാ കണ്ണുകളും എത്തി നിൽക്കുന്നു എന്നതാണ് വസ്തുത. അതേസമയം ഒരു പ്രധാനമായ ഒരു അഭിമുഖത്തിൽ, അതായത് ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വ്യക്തമാക്കിയ ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഞാൻ വലിയ വാഹന വ്യൂഹവുമായി പോയാൽ ജനങ്ങൾ ചിരിക്കും. ആർഭാടം ഒഴിവാക്കാൻ ജനങ്ങളോട് കൂടുതൽ, അതായത് ഇത്തരത്തിൽ ആർഭാടങ്ങൾ ഒഴിവാക്കിയാൽ ജനങ്ങളോട് കൂടുതൽ അടുക്കാൻ കഴിയും. ജനങ്ങളുടെ പ്രതീക്ഷ ഉയരത്തിലാണ്. പുതിയ കേരളം സൃഷ്ടിക്കാൻ കഠിനാധ്വാനം വേണമെന്നും അദ്ദേഹം ഇവിടെ വ്യക്തമായി എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നും മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയനേക്കാൾ അദ്ദേഹത്തിന്റെ നയങ്ങളും രീതികളെക്കാൾ അപ്പാടെ തന്നെ വ്യത്യസ്തമായ ഒരു പുതിയ രീതിയാണ് ഇവിടെ പുതിയ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സ്വീകരിച്ചിരിക്കുന്നത് എന്നതാണ് ഇവിടെ വ്യക്തമാക്കേണ്ടത്. പത്രാസ് കാണിക്കാനില്ല, വർഗീയതയോട് സന്ധിയില്ല, പുതിയ വണ്ടി ഒന്നും തന്നെ വാങ്ങില്ല എന്ന് അദ്ദേഹം പറയുന്നതിലൂടെ തന്നെ വി.ഡി. സതീശൻ എന്ന നേതാവിൽ നിന്നും വ്യത്യസ്തനായി തന്നെ മുഖ്യമന്ത്രിയുടെ ആ ഒരു നിലയിൽ തന്നെ അദ്ദേഹം എത്രത്തോളം വിവേകത്തോടു കൂടിയാണ് കാര്യങ്ങളെ സമീപിക്കുന്നത് എന്നത് ഇവിടെ വെളിവാകുന്നതാണ്. ഇതിനെല്ലാം ഇടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ മന്ത്രിസ്ഥാനം സംബന്ധിച്ചുള്ള രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം, അതോടൊപ്പം തന്നെ അദ്ദേഹം എടുത്ത നിലപാടിനടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.